ലോകാരോഗ്യ സംഘടനയിൽ ഇപ്പോഴും എനിക്ക് ജോലിക്കുള്ളത് ഇപ്പോഴും ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് പോകാതിരുന്നത് ഇലക്ഷൻ തോറ്റു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉത്തരവാദിത്വം കൂടിയത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. തീർച്ചയായിട്ടും അത് ഏത് കോൺഗ്രസ്സുകാരനും അങ്ങനെ ആയിരിക്കണം. ഏത് കോൺഗ്രസ് പ്രത്യേകിച്ച് സീറ്റിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. അതുമല്ല, പാർട്ടി നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കില്ല. ഇന്ന സീറ്റിൽ നിൽക്കും. അത് കഴക്കൂട്ടം അതുകൊണ്ടല്ലേ ജയസാധ്യതയുടെ പ്രശ്നം എനിക്കറിയാമായിരുന്നു. പക്ഷേ കഴക്കൂട്ടം ഞാൻ കാരണം 5 വോട്ട് കൂടുന്നെങ്കിൽ അത് സംഭവിക്കുകയും ചെയ്തു. കഴക്കൂട്ടത്തിന് ഒരു ചേഞ്ച് വരുത്താൻ പറ്റുന്നതാണ്. ഞാൻ താമസിച്ചു വന്ന നിയോജകമണ്ഡലത്താണ്. തോൽവിയുടെ കാര്യത്തിലൊന്നും എനിക്ക് പ്രശ്നമില്ല. അച്യുതാനന്ദൻ തോറ്റിട്ടില്ല. അതെ, മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തിക്കൊണ്ട് അച്യുതാനന്ദൻ തോറ്റില്ല. അപ്പം തോൽവിയല്ല ഒരാളാണ്. ഞാൻ ഈ തോറ്റുകൊണ്ട് എൻ്റെ ഒരു ഡിഗ്രിയും പോയിട്ടില്ല. തോൽവിയിൽ നിന്നാണല്ലോ ജയം. മാത്രമല്ല ഞാൻ ആരോഗ്യപ്രവർത്തകരാണ്, രാഷ്ട്രീയക്കാരനാണ്, പ്രൊഫസറാണ്. തോറ്റുകൊണ്ട് എൻ്റെ MBBS ഡിഗ്രിയോ PhD തിരിച്ചെടുക്കാൻ പറ്റും. തോൽവി ഇലക്ഷനാണ് തോൽവി. എൻ്റെ വ്യക്തി നിലയ്ക്കാൻ തോൽക്കുന്നില്ല. ഞാൻ പങ്കെടുക്കുന്ന പ്രസ്ഥാനങ്ങളുടെ തലപ്പത്ത് നിൽക്കുന്ന ആളെന്ന് നിലയ്ക്കാൻ തോൽക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ പരാജയങ്ങൾ വരും. ആത്യന്തികമായിട്ട് നമ്മളും ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മുടെ വിജയങ്ങളും പരാജയങ്ങളും നിശ്ചയിക്കുന്നത്. ഒരുപക്ഷെ ആരോഗ്യമന്ത്രിയായിരുന്നാൽ പോലും കേരളത്തിൽ ഇടപെടാൻ പറ്റാത്ത അത്രയും രീതിയിൽ എനിക്ക് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് അത് പാർട്ടി അനുവദിച്ചുകൊണ്ടാണ്. അത് ചാരിതാർത്ഥ്യമാണ്. ഇപ്പോൾ മന്ത്രിയായാലേ കേരളത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിലും MLA പോലും ആയിട്ടില്ലാത്ത ഒരുപാട് പേരാണ് കേരളത്തിൽ ആരോഗ്യരംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും മാറ്റം. എന്താണ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഒരു MLA ആകാൻ പറ്റുക, മന്ത്രിയാകാൻ പറ്റുന്നത്. പക്ഷെ അതല്ല രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യവും. ഞാൻ വിദ്യാർത്ഥിയോട് പറയുന്ന ആളാണ്. ഞാൻ തിരുവനന്തപുരം 2 കോളേജ് ചെയർമാനാണ്, സെനറ്റ് മെമ്പറായിരുന്നാണ്. ഞാൻ അസംബ്ലി സീറ്റിങ്ങിന് ആ വഴിക്കേ പോയിട്ടില്ല. കേസുവിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്ന ആളാണ്. അതിനുവേണ്ടി ആയിരിക്കരുത്. മാത്രമല്ല ഒരു കാര്യം ഞാൻ പറയാറുണ്ട്, കുട്ടികൾ കേൾക്കുകയാണെങ്കിൽ പറയണം, പഠിക്കുമ്പോൾ രാഷ്ട്രീയം വേണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പരസ്പരം കാല് തല്ലി പിടിക്കലും തലപൊട്ടിക്കലുമല്ല, വയറ്റ് ചവിട്ടലുമല്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ അറിയുന്നതുകൊണ്ടാണ്. വിദ്യാഭ്യാസമുള്ളവൻ രാഷ്ട്രീയത്തിൽ നിന്നാൽ മാത്രമേ നല്ല മന്ത്രിമാരുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കിട്ടുന്ന മന്ത്രി സഹിക്കേണ്ടി വരും.